മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് 3 മിനിറ്റ് പ്രാർത്ഥന ലൈനിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വിവിധങ്ങളായ രാജ്യങ്ങളിലിരുന്നും വിവിധങ്ങളായ ഭവനങ്ങളിലിരുന്നും വിവിധങ്ങളായ മേശയ്ക്ക് ചുറ്റുമിരുന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയാണ് ജെറുസലേം പ്രയർ ലിങ്ക്. ഞാൻ നിങ്ങളെ കാണുകയാണ്. ഇന്നിവിടെ കടന്നു വന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ വിൻസെൻ്റ് ഫെറർ പുണ്യവാൻ്റെ കരങ്ങളിലൂടെ സമർപ്പിക്കുകയാണ്. തിരുസഭയിലെ ഒരു സൂപ്പർ സെയിൻ്റാണ് വിശുദ്ധനായ വിൻസെൻ്റ് ഫെറർ. ആ പുണ്യവാനോട് ചേർന്ന് ഇന്നത്തെ തിരുവചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം വാക്യം. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മകളെ, തീപിടിച്ച ഒരു പ്രാർത്ഥന, അഭിഷേകം നിറഞ്ഞ ഒരു പ്രാർത്ഥന, ത്യാഗം സഹിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. ഈശോ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വേദന ഒന്ന് നോക്കാറുണ്ടോ? എൻ്റെ മുറിവുകൾ നിങ്ങൾ ധ്യാനിക്കാറുണ്ടോ? നിങ്ങളുടെ വേദനയേക്കാൾ എത്രയോ വലുതാണ് ഈശോ സഹിച്ച വേദന. നമ്മുടെ മുറിവിനേക്കാൾ എത്രയോ വലിയ മുറിവുകളാണ് യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായത്. മകളെ, സഹനം എന്തുമാകട്ടെ, എത്രയുമാകട്ടെ, എത്ര നാൾ നീണ്ടു നിൽക്കുന്നുമാകട്ടെ, ഒരു കാര്യം മാത്രം ഓർക്കുക, ദൈവം നമുക്ക് തരുന്ന വേദനകളും മുറിവുകളും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ വലിയത് തരികയില്ല. തരുന്ന സഹനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും അവിടുന്ന് നമുക്ക് തരും. ഇത് വിശ്വസിക്കുക. എത്ര വലിയ രോഗമായി നീ ഇപ്പോൾ രോഗശൈലിയിലാണോ, മാനസിക വ്യഥ അനുഭവപ്പെട്ട് മാനസിക രോഗിയായി തീർന്നുവോ, അസ്ഥി പൊളിയുന്ന വേദനയുമായി കിടക്കുന്നവരെ, തല പൊട്ടിപ്പൊളിയുന്ന വേദനയുള്ളവരെ, മദ്യപിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പരിസരബോധം മറന്നുപോകുന്നവരെ, ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് ചികിത്സ ചെയ്ത് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ വഴിമുട്ടി പോയവരെ, ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ എത്ര വലിയ വേദനയാണെങ്കിലും, ഒരു പ്രീമച്വർ ബേബി ആണെങ്കിലും, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുഞ്ഞാണെങ്കിലും, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഇതാ ഈശോ നിന്റെ തിരുമുമ്പിൽ ആണിപ്പാടുള്ള കരങ്ങളുമായി വന്ന് നിൽക്കുന്നു. നിന്നെ മാത്രം തൊട്ട് സുഖപ്പെടുത്തുവാനായിട്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് എത്തിച്ചേരുന്നവരിലും അത്ഭുതങ്ങൾ നടക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.